ഒരു രാജ്യത്തിലെ ഏറ്റവും കനത്ത സുരക്ഷാ പ്രോട്ടോകോൾ ഉള്ളത് ആ രാജ്യത്തിന്റെ ഭരണാധികാരിക്കാണെന്ന് നമുക്കറിയാം. മിക്കവാറും എല്ലാ ലോകരാജ്യങ്ങളിലും അതങ്ങനെ തന്നെയാണ്. പക്ഷേ എത്രത്തോളം കനത്ത സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിലും ഭരണാധികാരിക്ക് രക്ഷയില്ലാത്തൊരു രാജ്യമുണ്ടോ? ഞാനിപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ രാജ്യത്തിന്റെ പേര് വന്നിട്ടുണ്ടാകും. അതെ, പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി പദവി എന്നത് ഒരു അപകട മേഖലയാണ്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച പണി എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ പ്രതികാര നടപടികൾ, കോടതി നടപടികൾ, ജയിൽവാസം, പ്രവാസം അല്ലെങ്കിൽ വധശിക്ഷ പോലും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഉപവിഷ്ടരായവരെ കാത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിക്ക് പോലും 5 വർഷത്തെ മുഴുവൻ കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അരാജകത്വം, സംഘർഷങ്ങൾ, അക്രമങ്ങൾ എന്നിവയിലൂടെ 18 തവണയാണ് ഭരണാധികാരികൾക്ക് സ്ഥാനഭ്രഷ്ടരാകേണ്ടി വന്നത്. സൈനിക അട്ടിമറികൾ, പിരിച്ചുവിടലുകൾ, ജുഡീഷ്യൽ നടപടികൾ, ഭരണഘടനാപരമായിട്ടുള്ള കുതന്ത്രങ്ങൾ എന്നിവയിലൂടെയാണ് ഈ നേതാക്കളെ പുറത്താക്കിയത്. ലിയാഖത്ത് അലി ഖാൻ 1947 സ്വതന്ത്ര പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തി 3 വർഷം കഴിഞ്ഞ് 1951 വധിക്കപ്പെട്ടു. ഖവാജ നസിമുദ്ദീൻ 1951 മുതൽ 53 വരെ ഗവർണർ ജനറലിന്റെ ഉത്തരവിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കി. ചൗധരി മുഹമ്മദ് അലി 55 മുതൽ 56 വരെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണം രാജിവെച്ചു. ഹുസൈൻ ഷഹീദ് സുഹാവർദി 56 മുതൽ 57 വരെ പ്രസിഡന്റിന്റെ ഉത്തരവിൽ പിരിച്ചുവിടപ്പെട്ടു. തുടർന്ന് സൈനിക ഭരണകൂടം അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഫിറോസ് ഖാൻ നൂൺ 57 മുതൽ 58 വരെ 58 സൈനിക അട്ടിമറിക്ക് ദിവസങ്ങൾ മുമ്പ് പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു. സുൽഫിക്കർ അലി ഭൂട്ടോ 1973 മുതൽ 77 വരെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സൈനിക നിയമപ്രകാരം വിചാരണ ചെയ്യപ്പെട്ട് 1979 തൂക്കിലേറ്റി. മുഹമ്മദ് ഖാൻ ജുനേജോ 85 മുതൽ 88 വരെ പ്രസിഡന്റ് ഉത്തരവിനെ തുടർന്ന് പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. പിന്നീട് വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്നു അദ്ദേഹത്തിന്. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകളായ ബേനസീർ ഭൂട്ടോ 1988 മുതൽ 90 വരെ 93 മുതൽ 96 വരെ 2 തവണ ഭരണാധികാരിയായിരുന്നു. പാകിസ്ഥാന്റെ ഒരേ ഒരു വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. 2 തവണ അഴിമതിയും ദുർഭരണവും ആരോപിച്ച് പ്രസിഡന്റ് ഉത്തരവിനാൽ പിരിച്ചുവിടപ്പെട്ടു. അഴിമതി കേസുകളിൽ വേട്ടയാടപ്പെട്ടു. പ്രവാസ ജീവിതത്തിന് നിർബന്ധിതയായി. ഒടുവിൽ 2007 ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ കൊല്ലപ്പെട്ടു. നവാസ് ഷെരീഫ് 90 മുതൽ 93, 97 മുതൽ 99, 2013 മുതൽ 17 വരെ. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന് 3 തവണയും പൂർണ്ണ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രസിഡന്റ് പുറത്താക്കിയതിനെ തുടർന്ന് 93 അദ്ദേഹത്തിന്റെ ആദ്യ കാലാവധി അവസാനിച്ചു. 1999 ഒക്ടോബറിൽ ജനറൽ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിലുള്ള സൈനിക അട്ടിമറിയിലൂടെ 2ാം കാലാവധി അവസാനിച്ചു. പനാമ പേപ്പേഴ്സ് വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് സുപ്രീം കോടതി അയോഗ്യനാക്കിയതോടെ അദ്ദേഹത്തിന്റെ 3ാം കാലാവധി അവസാനിച്ചു. നിരവധി അഴിമതി കേസുകളിൽ ഷെരീഫ് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ടു. നിരവധി ജയിൽ ശിക്ഷയും അനുഭവിച്ചു. വിവിധ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു. യൂസഫ് റാസ ഗിലാനി 2008 മുതൽ 2012 വരെ അന്നത്തെ പ്രസിഡന്റിനെതിരെയായ അഴിമതി കേസുകൾ പുനരാരംഭിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി ഇടപെടലിലൂടെ നീക്കം ചെയ്യപ്പെട്ടു. രാജ പർവേസ് അഷ്റഫ് ജൂൺ 2012 മുതൽ മാർച്ച് 2013 വരെ. പാർലമെന്ററി പൂർത്തിയാക്കിയ രാജ പർവേസ് അഷ്റഫ് സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം സർക്കാർ ഫണ്ട് അനുവദിച്ചതുൾപ്പെടെ അഴിമതി അന്വേഷണങ്ങൾ നേരിട്ടു. ഷാഹിദ് ഖാഖാൻ അബ്ബാസി ഓഗസ്റ്റ് 2017 മുതൽ മെയ് 2018 വരെ. കാലാവധി അവസാനിച്ചതിന് ശേഷം LNG കരാറുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ അറസ്റ്റിലായി. ഇമ്രാൻഖാൻ 2018 മുതൽ 2022 വരെ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായി. അതിൽ മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൈകോർത്തു. തുടർന്ന് നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും പല കേസുകളിലായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹത്തിന്റെ പക്ഷക്കാർ ആരോപിക്കുന്നു. പാകിസ്ഥാനിൽ ഇത് വല്ലപ്പോഴും സംഭവിക്കുന്നതല്ല. സ്ഥിരമായി സിവിലിയൻ ഭരണകൂടങ്ങളെ സൈന്യം ആവർത്തിച്ച് അട്ടിമറിക്കുകയോ പ്രസിഡന്റുമാർ പുറത്താക്കുകയോ അല്ലെങ്കിൽ കോടതി ഉത്തരവുകളിലൂടെ അധികാരം ഇല്ലാതാക്കുകയോ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ശക്തമായ രാഷ്ട്രീയ വ്യവസ്ഥയെ വെല്ലുവിളിച്ച ഏത് നേതാവിനും അതിൻ്റെ കനത്ത വില നൽകേണ്ടി വന്നിട്ടുണ്ട്, പലപ്പോഴും തൽക്ഷണമായി. ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിലല്ല, മറിച്ച് പ്രതികാര രാഷ്ട്രീയത്തിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന വ്യക്തമായ തെളിവാണ് സ്ഥാനഭ്രഷ്ടരായ പ്രധാനമന്ത്രിമാരുടെ ഈ പട്ടിക. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അസ്ഥിരമല്ല, അത് അപകടകരമായ ഒരിടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.